ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സഹായം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവനെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ദൈവം ഈ ദിവസങ്ങളിൽ തൻ്റെ പുതിയ ബിസിനസ്സിനകത്തൊരു അത്ഭുതം ചെയ്യേണ്ടതിനായും ദൈവത്തിൻ്റെ ഫേവറുകൾ വെളിപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. ഞാൻ ഈ ഡിസംബർ മാസം ആഴമായി ദൈവനോട് സംസാരിച്ചത് ഹൈലി ഫേവേർഡ് എന്നുള്ളതാണ്. അറിയാം, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അർഹതയില്ലാത്ത ഉയർച്ച ഈ മകൻ അനുഭവിക്കാൻ പോകുകയാണ്. കർത്താവ് എല്ലാ നിലയിലും തന്നെ മാനിക്കാൻ പോകുകയാണ്. താൻ ഈ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് താൻ ചിന്തിച്ചതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നു താൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ മേഖലയിലും വലിയ ദൈവത്തിൻ്റെ കരം, വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഈ മകന് വേണ്ടി ഒരു അത്ഭുതത്തിൻ്റെ ഒരു എപ്പിസോഡായി ഇത് തീരാൻ പോവുകയാണ്. എൻ്റെ കൂടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കണം. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ഈ മിനിസ്ട്രിയുടെ മേലുള്ള ദൈവിക അധികാരത്താൽ ഈ മകനൊരു വലിയ ഉയർച്ച പ്രാപിക്കാൻ പോവുകയാണ്. എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ പോവുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കൂട്ടമായുള്ള പ്രാർത്ഥനകൾ വലിയ ദൈവപ്രവർത്തികളെ കൊണ്ടുവരും. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ചില നന്മകൾ ഇപ്പോൾ ജോൺ ബ്രദറിൻ്റെ മേളിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, താൻ ചെയ്യുന്ന ആ ബിസിനസ്സിനകത്ത് അർഹതയില്ലാത്ത ചില ഉയർച്ചയുടെ കരങ്ങൾ ഇപ്പോൾ തൻ്റെ മേളിലേക്ക് വരട്ടെ. കർത്താവേ, ചിലത് വേഗത്തിൽ സംഭവിക്കട്ടെ, ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അപ്പാ, അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ വിടുതൽ സംഭവിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നു മുതൽ തന്നെ ദൈവം ഒരു അസാധാരണ നിലയിൽ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യാൻ പോവുകയാണ്. കർത്താവെ, തൻ്റെ ശാരീരിക നിലയിൽ, തൻ്റെ മാനസിക നിലയിൽ, തൻ്റെ കുടുംബപരവും ഒക്കെ ആയിട്ട് ഒരു വലിയ ദൈവപ്രവൃത്തി അത് സംഭവിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഫേവർ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിപ്പത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൈമാറുക. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പാറയെ തകർക്കുന്ന ചുറ്റിലുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവർ ആണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുക്കണം. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. ബന്ധനങ്ങളെ അഴിക്കുന്ന ഈ തിരുവചനം ഏത് ഇരുതലവാളിനേക്കാൾ മൂർച്ചേറിയതാണ്. ആ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനത്തിനകത്ത് സർവായുധ വർഗം ധരിക്കണമെന്ന് പറയുമ്പോൾ സർവായുധ വർഗങ്ങൾ 6 കാര്യങ്ങളെയാണ് പറയുന്നത്. അതിനകത്ത് വിശ്വാസം എന്ന പരിചയം, വചനം എന്ന വാളും എടുക്കാൻ പറയുകയാണ്. ഈ 2 കാര്യങ്ങളും ആക്റ്റീവാണ്. രക്ഷയുടെ ശിരസ്ത്രവും സുവിശേഷം എന്ന ചെരുപ്പൊക്കെ ഇട്ട് നമ്മുടെ ശരീരങ്ങളിൽ ഇട്ട് ബെൽറ്റ് പോലെ മുറക്കുന്ന ഒന്നാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വിശ്വാസം ചലിക്കുമെങ്കിൽ ശത്രുവിൻ്റെ വിരോധമായ തീയമ്പുകളെ നിങ്ങൾക്ക് തടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വാസത്തിൽ മുന്നേറാൻ പറ്റും. അതേപോലെ തന്നെ വചനമെന്ന വാള് നിങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തെ എതിരുകൾ മാറാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഈ സമയത്ത് തന്നെ വചനത്തിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഉറയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു ഭക്തൻ സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്, സാഹചര്യത്തെ ജയിച്ചവനായിരിക്കും. സാഹചര്യത്തിൽ നിൽക്കുന്നവൻ എന്നും ഭയത്തിലും, സാഹചര്യത്തിൽ നിൽക്കുന്നവൻ എന്നും ആകുലത്തിലും ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. അവൻ്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും വിചാരങ്ങൾ മാത്രമായിരിക്കും ഉള്ളത്. എന്തു തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നുള്ള വിചാരങ്ങളിലായിരിക്കും അവൻ പോകുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ബന്ധത്തിനകത്താണ് നിൽക്കുന്നത്. എൻ്റെ പിതാവ് ഇതെല്ലാം കരുതുമെന്നും എൻ്റെ ആവശ്യങ്ങൾ അറിയുമെന്നൊക്കെയുള്ള ആ ഉറപ്പിനകത്ത് നിൽക്കുമ്പോൾ ആരോടൊക്കെയോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്ക് മുമ്പോട്ടുള്ള വഴികൾ തുറക്കുന്നത് ദൈവമാണ്. ആ നിലകളിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ അനുഭവത്തിലായിരിക്കാം വന്ന് നിൽക്കുന്നത്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷേ അവർ ഇപ്പോൾ വന്ന് നിൽക്കുന്ന മുമ്പിൽ ചെങ്കടലിലെ അനുഭവത്തിലാണ്. സൈഡിൽ വലിയ പർവ്വതങ്ങൾ നിൽക്കുകയാണ്. അതേ നിലയിൽ പിറകിലോട്ട് നോക്കിയാൽ
ഫറവോനും സൈന്യവും അടുത്ത് വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വഴിയുമില്ല. മുമ്പോട്ട് നോക്കിയാലും പിറകിലോട്ട് നോക്കിയാലും സൈഡിലോട്ട് നോക്കിയാലും ഒരു വഴിയില്ല. പക്ഷേ ഭക്തൻ വിശ്വാസത്താൽ വിളിച്ചു പറയുന്നു, എൻ്റെ വഴി തുറക്കുന്നത് ഉയരത്തിൽ നിന്നാണ്. ദൈവവചനത്തെ ഒന്ന് നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ദൈവവചനത്തിനകത്ത് വെളിപ്പെടുന്ന ഈ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ കൊണ്ടുവരും. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം. ദൈവവചനം ഒരാൾ കേൾക്കുമ്പോൾ ആ വചനം ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ആ വചനത്തിൻ്റെ ശക്തിയെ ആ വ്യക്തി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, 1 തെസ്സലോനിക്കർ 2-13 വാക്യം ആ വ്യക്തിയിൽ ചലിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വചനം മനുഷ്യന്റെ വചനമായിട്ടല്ല അവർ കൈക്കൊണ്ടത്, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായിട്ടാണ് അവർ കൈക്കൊണ്ടത്. ആ കൈക്കൊണ്ട വചനം അവരിൽ വ്യാപരിക്കുകയാണ്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിച്ചു. ഞാൻ ഇന്ന് ഈ വചനം സംസാരിക്കുമ്പോൾ ഈ വചനത്തിനകത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ വചനത്തിനകത്ത് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നിൽക്കുന്നെങ്കിൽ, ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഈ വചനം നിങ്ങളിൽ വ്യാപരിക്കും. ഹല്ലേലൂയ. വചനം നമ്മിലേക്ക് കൊണ്ടുവരുന്ന സാധ്യത ഭയങ്കര വലിപ്പമുള്ളതാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിൻ്റെ കാര്യം സാധിപ്പിക്കുമെങ്കിൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവരോട് ഈ വചനം സംസാരിക്കും, വചനം ഇടപെടും. ആ ഇടപെടുന്ന വചനത്തിനകത്ത് നിനക്ക് വേണ്ടിയുള്ള മന്നയുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവവചനത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു വരും. കാരണം ഇത് ജീവനും ചൈതന്യമുള്ളതാണ്, ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അങ്ങനെ വചനത്തിനകത്ത് ആ സാന്നിധ്യം അനുഭവിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവ സാന്നിധ്യത്തിനകത്ത് 3 കാര്യങ്ങൾ മിനിമം സംഭവിക്കും. ഒന്ന്, മലകൾ മെഴുകുപോലെ ഉരുകുമെന്ന് 97 സങ്കീർത്തനം 5 വാക്യം പറയുന്നു. അതേ നിലയിൽ തന്നെ ജീവിതത്തിനകത്ത് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നതിനോട് 16 സങ്കീർത്തനം 11 വാക്യം പറയുന്നു, ഇൻ യുവർ പ്രസൻസ് ഇസ് എ ഫുൾനെസ് ഓഫ് ജോയ്. അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റും, ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അതേ നിലയിൽ മോശയോട് ചോദിച്ചാൽ പറയും, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുന്നു, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. ഈ സാന്നിധ്യം അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. അതേ നിലയിൽ ഈ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത തരാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യം ഒരാൾ അനുഭവിച്ചാൽ, ദൈവശബ്ദം ഒരാൾ കേൾക്കാൻ തുടങ്ങിയാൽ അവനിൽ ഉളവാകുന്ന ഒന്നാണ് സ്വസ്ഥത, അല്ലെങ്കിൽ ദൈവിക സമാധാനം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ദൈവ സമാധാനത്തിൽ, ദൈവശക്തിയിൽ നിങ്ങൾ നിറയപ്പെടുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടും കൂടെ നിന്നുകൊണ്ട് ഇപ്പോൾ ആ ദൈവശക്തി നിങ്ങളെ തൊടുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ സാന്നിധ്യം നിങ്ങളുടെ വഴികളെ തുറക്കട്ടെ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചിലരോട് നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവവചനത്തിനകത്ത് നിങ്ങളിൽ അസാധാരണമായ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നെ കേൾക്കുന്ന ചിലരോട് നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ മാസം ഒരു അസാധാരണമായ തലങ്ങൾ തുറന്നു വരാൻ പോവുകയാണ്. ദൈവം എന്നോട് പറഞ്ഞത് ഈ മാസം ഉറവകൾ തുറക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ കയ്പിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മാസം അനുഗ്രഹത്തിൻ്റെ ഉറവകൾ തുറക്കാൻ പോവുകയാണ്. അങ്ങനെ ദൈവവചനത്തിനകത്ത് ദൈവികമായ കൂട്ടായ്മയ്ക്കകത്തൊക്കെ ഉറച്ചു നിൽക്കുന്നതിനോട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ആ ഉറപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത തലങ്ങൾ തുറന്നു വരും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ വെളിപ്പെട്ടു വരും. കാരണം ആലയത്തിനകത്ത് വിശ്വസ്തനാണെങ്കിൽ അറിയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉറവകൾ തുറക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ചിലത് ചലിച്ചു തുടങ്ങുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. യെഹെസ്കേൽ പ്രവചനം 47 അതിൻ്റെ 1 വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ, ഇതാ ആലയത്തിനകത്ത് പോകുന്ന, കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കുന്ന, ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന ഒരു ഭക്തൻ തിരിച്ചറിയേണ്ടത്, നീ കണ്ടു തുടങ്ങും ചിലത് ഒഴുകാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 1 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തെങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ, ആ വെള്ളം ആലയത്തിൻ്റെ വലത് ഭാഗത്തു നിന്ന് കിഴക്ക് നിന്ന് യാഗപീഠത്തിന് തെക്കേ വശമായി ഒഴുകി. ഇതാ തൻ്റെ ഭക്തനെ, തൻ്റെ അഭിഷക്തനെ, തൻ്റെ പ്രവാചകനെ ദൈവം കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് നദി ഒഴുകാൻ തുടങ്ങുന്നത് അവൻ കാണുകയാണ്. ഞാൻ ആത്മാവിൽ ഈ ആരംഭത്തിൽ നിങ്ങളെ നോക്കി ദൂത് കൈമാറുകയാണ്. ചിലത് ഒഴുകി തുടങ്ങാൻ പോവുകയാണ്, ചിലത് ചലിച്ചു തുടങ്ങിയാണ്. ഇതുവരെയും ജീവിതത്തിനകത്ത് ഒരു നന്മ കാണത്തില്ലെന്ന് പറഞ്ഞ, ജീവിതത്തിനകത്ത് എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവൻ എല്ലാ മാസവും കണക്കൂട്ടലുകളാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ചിലത് എഴുതി വെച്ചുകൊണ്ട് ഇത്ര പൈസ അവർക്ക് കൊടുക്കണം, ഇത്ര പൈസ മക്കളുടെ ആവശ്യം, അവരുടെ ഫീസ്, അതേപോലെ തന്നെ ലോൺ അടയ്ക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആവശ്യങ്ങളിൽ കണക്കൂട്ടലുകളാണ് ജീവിക്കുന്നത്. പക്ഷേ മാനുഷിക ജീവിതത്തിൻ്റെ പ്രത്യേകത
പറയുന്നത്, പെട്ടെന്ന് കയറി വരുന്ന ചില പ്രതികൂലത്തിനകത്ത് നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരാൾക്കൊരു തലവേദന വന്നാൽ മതി, ഒരു പനി വന്നാൽ മതി, ഒരു അസ്വസ്ഥത വന്നാൽ മതി, നിങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റും. ആ സാമ്പത്തിക വഴികൾ അടഞ്ഞു പോകുന്നവർ. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവൻ എന്നെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ ആ പ്രവേശന കവാടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ, ഇതാ ഞാൻ കാണുകയാണ് ചിലത് ഒഴുകി തുടങ്ങുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ കണക്കൂട്ടലിനും അപ്പുറത്തായി ചിലത് ഒഴുകാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിപ്പമുള്ളത് വെളിപ്പെടുകയാണ്. അടുത്ത താഴോട്ടുള്ള വാക്യങ്ങളിൽ ഇതാ ഒരു പുരുഷൻ വന്ന് 1000 മുഴം അളന്ന് എന്നെ കടക്കുമാറാക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്തൊരു നദിയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഉറവകൾ നദിയായി തീരാൻ പോവുകയാണ്. ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉറവകൾ നദിയായി തീരാൻ പോവുക. അങ്ങനെ ഒരു ആത്മനദിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ നോക്കി ഇതാ യെഹെസ്കേൽ പ്രവചനം 47:9 വാക്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. ഈ വെള്ളം അവിടെ നിന്ന് വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലതും ജീവിക്കും. വിശ്വാസത്തിലൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം ചിലത് ഒഴുകി തുടങ്ങുന്നതാണ് കണ്ടത്. പക്ഷേ ഇതാ നദിയിലേക്ക് ഇറങ്ങിയ, അല്ലെങ്കിൽ നദി ചെന്ന് ചേരുന്നിടത്തെല്ലാം വലിയ നിലകളിൽ മത്സ്യങ്ങൾ ഉണ്ടായി വരികയാണ്. വലിയ നിലകളിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. സകലതും അതിൽ ജീവിക്കാൻ തുടങ്ങുകയാണ്. നിന്റെ കുടുംബം ആ പട്ടണത്തിൽ ജീവിക്കത്തില്ലെന്ന്, നിനക്ക് ഉയർച്ച വരത്തില്ലെന്ന് പറയുമ്പോൾ ഇതാ ഉറവ നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ തലങ്ങൾ തുറക്കുകയാണ്. എൻ്റെ കൂടെ ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാനൊരു ദൈവികമായ ദൂത് കൈമാറുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 18 വാക്യം. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പുകയും വരണ്ട നിലത്ത് നീരുറവുകളും ആക്കും. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. പാഴ്മലകളെ അവൻ നദികളാക്കിയും താഴ്വരകളെ അവൻ ഉറവകളാക്കി തീർക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്നവരെ, വരണ്ട നിലത്ത് നിന്ന് നീരുറവുകളെ തുറക്കുന്നവൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം അതിനെ അത്ഭുതമാക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിന് സകലതും കഴിയുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, ദൈവമാണ് ഉറവകളെ തുറക്കുന്നത്. ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റും. ഇതേ നിലയിൽ തന്നെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പുതിയതിനെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യെശയ്യാവ് 43 അധ്യായം അതിൻ്റെ 18 വാക്യം പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അതറിയുന്നില്ലേ? മരുഭൂമിയിൽ ഒരു വഴിയായും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എന്നെ കേൾക്കുന്നവരെ, ഇനി ഒരു മാർഗമില്ലെന്ന് പറയുന്നിടത്ത് ദൈവം നദികളെ തുറക്കുന്നവനാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ ഇപ്പോൾ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധ്യതയില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു വലിപ്പം വെളിപ്പെടുകയാണ്. അസാധാരണമായ ഒരു വിടുതൽ വെളിപ്പെട്ടു വരികയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ തലങ്ങൾ തുറന്നു വരികയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ചിലവരെ നോക്കി വിളിച്ചു പറയുകയാണ്. പഴയ നിയമത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം 8 അധ്യായം നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള ആഴങ്ങളാണ് വെളിപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ 8 അധ്യായം 2 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആഴിയുടെ ഉറവകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തുള്ള മഴയും നിന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആഴിയുടെ ഉറവകളെ തുറക്കാൻ കഴിയുന്ന ദൈവമാണെന്നുള്ളത് ഈ വാക്യത്തിനകത്ത് മനസ്സിലാകും. ആകാശത്തിലെ കിളിവാതിലുകൾ തുറക്കുന്നവൻ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ദൈവം ചില ഉറവകളെ തുറക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ അത് ശ്രദ്ധിച്ചാൽ 65 സങ്കീർത്തനം 9 വാക്യം പറയുകയാണ്, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. വാസ്തവമായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ നദി നിന്റെ ഭവനത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് തുറന്നു വരാൻ പോവുകയാണ്. ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ജീവിതങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ജീവിതത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും പ്രതിസന്ധികൾ വരാം. നാം ഓരോരുത്തരും ദൈവത്തെ ആശ്രയിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ദുഃഖമായി തീരാത്തത്, അല്ലെങ്കിൽ പ്രതിസന്ധിയായി തീരാത്തത്, അല്ലെങ്കിൽ വേദനയായി തീരാത്തത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നും അതേപോലെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരെ നോക്കി ഒരു പ്രവചന സന്ദേശമായി വിളിച്ചു പറയുന്നു, നിന്റെ മാറായുടെ അനുഭവം മാറാൻ പോവുകയാണ്. നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവചന സന്ദേശമായി 4 തലങ്ങൾ ഞാനൊന്ന് തൊടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ മാറ മധുരമായി തീരും. നിങ്ങൾ ഏലീമിനെ കാണും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15 അധ്യായം അതിൻ്റെ 27 വാക്യം. പിന്നെ അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവകളും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ
പാളയമിറങ്ങി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതാ ഈ വചന പശ്ചാത്തലം വ്യക്തമായും നമ്മളോട് പറയുന്നു. അവർ ഏലീമിൽ എത്തി. അവിടെ 12 നീരുറവകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ആഹാരത്തിനായി 70 ഈന്തപ്പനകളെ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ കൂടെ ഒന്ന് ചേർന്നുകൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ ഇതാ ഈ വചന ഭാഗം ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ, ശൂർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ 3 ദിവസമായി അവർ യാത്ര ചെയ്തു. ചെങ്കടൽ കയറി വരുന്ന ജനം 3 ദിവസം ശൂർ മരുഭൂമിയിലൂടെ വെള്ളം കിട്ടാതെ അലഞ്ഞാണ് വരുന്നത്. അവർ ഇതാ മാറയിലെത്തിയാണ്. ആ മാറയിലെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിയത്തില്ല, അത് കയ്പായിരുന്നു. ഇന്നും ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇറങ്ങി ചിലവരുടെ ജീവിതം കയ്പ് പോലെ നിൽക്കുന്നിടത്തുനിന്ന് ഇന്ന് ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ യേശു നിങ്ങളുടെ കയ്പിനെ മാറ്റാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മധുരത്തെ വെളിപ്പെടുത്താൻ പോകുന്നു. മോശ ഇതാ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവനൊരു വൃക്ഷം ദൈവം കാണിച്ചു കൊടുത്തു. അത് വെട്ടി ആ വെള്ളത്തിലിടുമ്പോൾ ആ വെള്ളം മധുരമായി തീരുകയാണ്. എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിനകത്തും മധുരമാക്കാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ ആരംഭം പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്തും പെട്ടെന്നുണ്ടാകുന്ന സങ്കടങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരു ബ്രദർ എന്നെ കാണാൻ വന്നു. ആ ബ്രദർ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. ഉയർന്ന സാലറി മേടിച്ചുകൊണ്ടിരുന്ന ആൾ, മാസം 3 ലക്ഷം രൂപ സാലറി മേടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ കയ്യിലിരുന്ന 60 ലക്ഷം രൂപ ഒരു ഫിനാൻസിൽ കൊണ്ടിട്ടു. ആ ഫിനാൻസ് കളിപ്പിലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആ കുടുംബത്തിനകത്ത് ഇന്ന് ഒറ്റയ്ക്കാക്കപ്പെട്ടതുപോലെ അറിയാം. താൻ എന്നെ കാണാൻ വരികയാണ്. തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും തന്നെ വെറുത്തു. ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടു. തൻ്റെ പദവി നഷ്ടപ്പെട്ടു. ഇന്ന് താൻ ഒരു കയ്പിൻ്റെ അനുഭവത്തിൽ, ആ കയ്പിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് മധുരമാക്കുന്ന ദൈവത്തെ അവൻ കണ്ടുമുട്ടി. വാസ്തവമായിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ബ്രദർ ഇന്ന് വലിയ സന്തോഷത്തിലാണ് ആയിരിക്കുന്നത്. കാരണം അദ്ദേഹം ദൈവത്തെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. ഞാൻ വിളിച്ചു പറയാം, അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടുന്നവൻ്റെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് വന്ന വേദനകൾ, പെട്ടെന്ന് വന്ന കയ്പിൻ്റെ അനുഭവങ്ങളെ യേശുവിന് മാറ്റാൻ കഴിയും. ഇതാ അവൻ്റെ ജീവിതത്തിനകത്ത് മധുരത്തെ തുറക്കുന്നു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാണ്, നീ നിലനിൽക്കുമെങ്കിൽ, നീ പിടിച്ചു നിൽക്കുമെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിപ്പമുള്ള ഏലീമുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ ഒന്നാമത്തെ ദൂത് നിങ്ങൾ സ്വീകരിച്ചോ. ഇതാ എന്നെ കേൾക്കുന്ന ചിലവരുടെ മേളിലേക്ക് ദൈവം ഏലീമിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. അതേ നിലയിൽ തന്നെ രണ്ടാമത്തെ ദൂതിലേക്ക് വരികയാണ്. മനുഷ്യൻ ചിന്തിച്ചതും ലോകം ചിന്തിച്ചതും ഇനി വഴിയില്ല, എല്ലാം അടഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇതാ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, അതിരാവിലെ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്തുകൊണ്ട് ഇശ്മായേലിനെ തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഹാഗാറിനെ ബർശേബ മരുഭൂമിയിലേക്ക് തള്ളിവിടുകയാണ്. തീരുമെന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. ഇതാ ബർശേബ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അവർ ഉഴന്നു നടന്നു. അതിനുശേഷം ഇതാ ഹാഗാർ പറയുന്നു, എനിക്ക് കുഞ്ഞിൻ്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് നിന്ന് മാറി നിന്ന് കരയുമ്പോൾ ഉയരത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി തന്നോട് പറയുന്നു, ഹാഗാറെ നിനക്കെന്ത്? ബാലന്റെ നിലവിളി ഇതാ സ്വർഗം കേട്ടിരിക്കുകയാണ്, ദൈവം കേട്ടിരിക്കുകയാണ്. അവളുടെ കണ്ണ് ദൈവം തുറക്കുന്നു. ആ ബർശേബ മരുഭൂമിയിൽ മനുഷ്യന് തുറക്കാൻ പറ്റാത്തൊരു ഉറവ. നമ്മൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായി കേട്ടു, ദൈവമാണ് ഉറവകളെ തുറക്കുന്നത്. വരണ്ട നിലത്ത് അവൻ ഉറവകളെ തുറക്കുന്നവനാണ്. പാഴായ നിലത്ത് അവൻ നദികളെ ഉണ്ടാക്കുന്നവനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ഉറവകളെ എൻ്റെ ദൈവം തുറക്കാൻ പോകുന്നു. ഹാഗാറിന് വേണ്ടി, ഇശ്മായേലിന് വേണ്ടി ദൈവം തുറന്ന ഉറവയെ വലുതായി നിങ്ങൾ കാണുക. എൻ്റെ ദൈവം അവർക്ക് വേണ്ടി ഒരു ഉറവയെ തുറന്നു. അപ്പോൾ രണ്ടാമത്തെ ചിന്ത നിങ്ങൾ ശ്രദ്ധിച്ചോ, ലോകവും മനുഷ്യനും തീർന്നു എന്ന് പറയുന്നിടത്തുനിന്ന് ഇതാ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഉറവതയോ തുറക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്തും അത് വെളിപ്പെട്ട് വരികയാണ്. മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരികയാണ്. ജീവിതത്തിനകത്ത് ഒരു സാഹചര്യമില്ലാതെ നിൽക്കുമ്പോൾ, ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോൾ, പാറയിൽ നിന്ന് വെള്ളം തുറന്നു കൊടുത്ത ദൈവം ഇതാ നിന്റെ ജീവിതത്തിനകത്തും അത്ഭുതകരമായി വഴി തുറക്കാൻ പോവുകയാണ്. മനുഷ്യൻ കണക്കൂട്ടലിൽ ജീവിക്കുമ്പോൾ എല്ലാം തീരുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ 78-ാം സങ്കീർത്തനം അതിന്റെ 15-16 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ വാക്യത്തിനകത്തോട്ട് വരാം. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്നതുപോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. ആഴികളാൽ എന്നതുപോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. 16-ാമത്തെ വാക്യം, പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദിയെപ്പോലെ ഒഴുകുമാറാക്കി. ഇതാ ഈ വാക്യം ശ്രദ്ധിച്ചോ. അവൻ പാറ പിളർന്ന് മരുഭൂമിയിൽ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. എൻ്റെയും നിങ്ങളുടെയും കണക്കൂട്ടലുകൾ തെറ്റിക്കുന്ന രീതിയിൽ എൻ്റെ ദൈവം ഒരു സമൃദ്ധിയുടെ ഉറവ നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. പാറയിൽ നിന്ന്, മരുഭൂമിയിൽ സാഹചര്യമില്ല, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു അസാധാരണ ഉറവ നിന്റെ മുമ്പിൽ തുറന്നു വരികയാണ്. ദൈവപ്രവൃത്തി നടക്കുകയാണ്. സ്വീകരിക്കുക. എൻ്റെ ദൈവം കടക്കാരനല്ലെന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. യേശുവേ, എന്നെ കാണുന്ന അങ്ങയുടെ മക്കളുടെ മേലിലേക്ക് ഇതാ ധാരാളം കുടിപ്പാൻ കൊടുക്കുന്ന രീതിയിൽ
അങ്ങ് ഉറവകളെ തുറക്കണമേ അപ്പ. എൻ്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. എങ്കിൽ 4ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 4ാമത്തെ ചിന്ത വ്യക്തമായിട്ട് ഞാൻ വിളിച്ചു പറയാം. ഇന്നലകളിൽ നിങ്ങൾ എത്ര കുഴിച്ചിട്ടും ശത്രു അടച്ച ചില ഉറവകളെ ദൈവം തുറക്കാൻ പോകുന്നു. അതുമാത്രമല്ല, ഇനി ശത്രുവിന് വരാൻ പറ്റാത്ത നിലയിൽ നിനക്ക് വേണ്ടി ഒരു രഹബോത്തിനെ ദൈവം ഒരുക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യത്തിലേക്കും വരാം. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു, നീരുറവയുള്ള ഒരു കിണർ കണ്ടു. 20-ാമത്തെ വാക്യം. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് ആ കിണറ്റിന് ഏശേക്ക് എന്ന് പേർ വിളിച്ചു. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസഹാക്ക് വീണ്ടും കുഴിക്കുന്നത് കാണാൻ കഴിയും. അപ്പന്റെ കാലത്ത് കുഴിച്ച കിണറുകൾ ഫെലിസ്ത്യൻ മൂടിയെങ്കിൽ ഇത് അവൻ വീണ്ടും കുഴിക്കുകയാണ്. ആ കുഴിച്ച കിണറുകളെ അവർ വീണ്ടും മൂടിയതായി കാണുന്നു. വീണ്ടും കുഴിക്കുമ്പോൾ ഇത് ഹെരാർ ദേശത്തിലെ ഇടയന്മാർ വന്ന് അവരോട് ശണ്ടയിട്ടു. ആ ശണ്ടയിൽ അവർ തളർന്നു പോകാതെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചില ഉറവകൾ തുറന്നു വരാൻ പോവുകയാണ്. ഇതാ 22-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്തിൽ വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. നാം ദേശത്തിൽ വർദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് ഉറവ കാണാൻ പോവുകയാണ്. ശത്രുവിന് കൊണ്ടുപോകാൻ പറ്റാത്ത, മണ്ണിട്ടടയ്ക്കാൻ പറ്റാത്ത നിലയിൽ എൻ്റെ ദൈവം ഒരു അതിശയം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി രഹബോത്തുകൾ തുറക്കുകയാണ്. ചില വ്യക്തികൾ ഇപ്പോൾ ആ ജോലി സ്ഥലത്ത് നന്മകൾ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിന്ന് വിശ്വാസത്തിൽ സ്വീകരിക്കുക. ഇന്നു മുതൽ ശത്രുവിന് മൂടാൻ പറ്റാത്ത, ശത്രുവിന് വരാൻ പറ്റാത്ത ഒരു വർധനവിൻ്റെ ഉറവ നിന്റെ മുമ്പിൽ തുറന്നു വരികയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് 4ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. ഉറവ അനുഗ്രഹത്തിന്റെ സൈനാണ്. ഇതാ ദൈവത്തോടും ഒരു അനുഗ്രഹത്തിന് വേണ്ടി ചോദിക്കുന്ന അക്സയെ നമുക്ക് കാണാൻ പറ്റും. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. എനിക്കൊരു അനുഗ്രഹം തരണമേ, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവകളെയും കൂടെ എനിക്ക് തരണമേ എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. ഇതാ തൻ്റെ മകളായ അക്സ വന്ന് അവളുടെ അവകാശത്തെ ചോദിക്കുകയാണ്. ആ അവകാശത്തെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, നീ എനിക്ക് ഒരു അനുഗ്രഹം തരണം, നീ എനിക്ക് തെക്കേ ദേശമാണ് തന്നത്, എന്നാൽ എനിക്ക് ഉറവയും കൂടെ തരണം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അനുഗ്രഹത്തിൻ്റെ സൈനാണ് ഉറവ. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ആത്മഭാരത്തിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവനാ. ഒരിക്കലും പറ്റാത്തൊരു ഉറവ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയുടെ നടുവിൽ ദൈവം തുറക്കുകയാണ്. യാക്കോബിന്റെ ഉറവിന്റെ അടുക്കൽ യേശു വഴി നടന്ന് ക്ഷീണിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം കാണാം. ശമരിയ സ്ത്രീ വെള്ളം കോരാൻ വരുമ്പോൾ യേശു യാക്കോബിന്റെ ഉറവയുടെ അടുക്കൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉറവയുടെ പ്രത്യേകത നൂറ്റാണ്ടുകൾ നിൽക്കുന്നതാ, തലമുറകൾ കുടിച്ച് ശേഷിപ്പിക്കാൻ കഴിയുന്നതാ. ഇന്നൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഉറവകളെ തരാൻ പോവുകയാണ്. നിന്റെ നന്മകളെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് വിശ്വാസ കണ്ണിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ വാസ്തവമായിട്ടും ദൈവികമായ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ, മറ്റുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് എൻ്റെ കൂടെ ഒന്ന് വാസ്തവമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, കോഴിക്കോട്ടുള്ള ഒരു സഭ കഴിഞ്ഞ 20 വർഷമായി താനാണ് നോക്കുന്നത്. തൻ്റെ സമ്പാദ്യം കൊണ്ടാണ് ആ സഭയിലുള്ള മീറ്റിങ്ങുകളും എല്ലാം നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ തനിക്ക് വിരോധമായി, തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഭാരത്തോടെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റിയത്, ഒരു ഉറവ തുറക്കാൻ പ്രാർത്ഥിക്കുക, അനുഗ്രഹത്തിൻ്റെ ഉറവ. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, നിങ്ങൾ ആ ദേശത്തിൽ ഒരു നന്മയായി തീരട്ടെ, അനേക ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമായി തീരട്ടെ. ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുക, നിങ്ങൾ വറ്റാത്തൊരു ഉറവ കാണട്ടെ. ഇങ്ങനൊന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രിയരെ, നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമാകുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ണുകൊണ്ട് നടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ തന്നെ വിളിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. കണ്ണുകൾ അടച്ചാട്ടെ. ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 1 വർഷത്തിന് ശേഷമാണ് ഇപ്പം നാട്ടിൽ വന്നേക്കുന്നത്. ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗങ്ങളും സഹിച്ചാണ് നമ്മളിപ്പോൾ ഈ നിലയിലെത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് നമ്മളൊരു വലിയൊരു വഞ്ചനയിൽപ്പെട്ട് നമ്മൾ
ഒരുപാട് തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണ്. ഞാനും ഒരുപാട് എന്താ പറയുക, ഞങ്ങൾ നല്ല ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ സമയത്തും. അപ്പോൾ നമ്മൾ ഇതുപോലെ 3 വർഷം മുമ്പ് വിദേശത്ത് പോകാനായിട്ടൊരു ചാൻസിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു ഏജൻസിയിൽ കുറച്ച് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം നമ്മൾ കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇപ്പോൾ പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല, ഒന്നിനും ഒരു അവസ്ഥയില്ലായിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ എടുക്കാൻ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ട് എൻ്റെ തന്നെ ഒരു അച്ചാച്ചനുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഇപ്പം ന്യൂസിലൻഡിലാണ്, ഇപ്പം ഓസ്ട്രേലിയയിലാണ്. പുള്ളിക്കാരൻ എനിക്ക് വേണ്ടിയുള്ളതെല്ലാം സ്പോൺസർ ചെയ്തു. ദൈവത്തിൻ്റെ ഒരു കൃപ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് ആഫ്രിക്കയിൽ എത്താൻ പറ്റി. എനിക്ക് വളരെ സന്തോഷമാണ്. അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഞാൻ നേരിടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 20-22 ദിവസമായി. ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അച്ചാച്ചിക്ക് ഭയങ്കര നിർബന്ധം വന്നു, ഉറപ്പായിട്ട് ഇവിടെ വന്ന് കാണണം, ഇവിടെ പോസ്റ്ററായി വന്ന് കാണണം. എൻ്റെ ഈ സൗഖ്യമായി എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു അനുഭവം, ഈ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നഷ്ടം ഉണ്ടായിട്ടും എൻ്റെ കൂടെ ഒന്നാമത് എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പാരൻസ്. ഞാൻ എപ്പോഴും ഏത് സമയത്തും ഞാൻ എൻ്റെ പാരൻസിനെ കുറിച്ച് പ്രൗഡാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ധൈര്യം. അവരുള്ളതുകൊണ്ടാണ്, ദൈവവും അവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിക്കുന്നത്. ആമേൻ. ഒന്നടി. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വഴികളെ തുറക്കണമേ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഉറവകളെ തുറക്കണമേ. അപ്പ രഹബോത്തിൻ്റെ അനുഭവങ്ങൾ ഇവർ കാണട്ടെ, ദൈവപ്രവർത്തികൾ ഇവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ ദാരിദ്ര്യം, ഇവരുടെ കണക്കൂട്ടലുകൾ മാറുന്ന രീതിയിൽ ദൈവമേ, അങ്ങയുടെ ഉറവ, ആലയത്തിൻ്റെ മുമ്പിൽ നിന്നും വെളിപ്പെട്ട ഉറവ ഇപ്പോൾ നദിയായി വെളിപ്പെടുന്നത് പോലെ മുട്ടോളമല്ല അരയോളമല്ല കർത്താവേ, സൗഖ്യത്തിൻ്റെ ഉറവ വെളിപ്പെടട്ടെ, വിടുതലുകളുടെ ഉറവ വെളിപ്പെടട്ടെ, എഴുന്നേൽപ്പുകളുടെ ഉറവ വെളിപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കളെ അങ്ങ് തുടരണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ ഇപ്പോൾ വിടുതലുകൾ കാണുന്നതിനായി നന്ദി. ഇവരുടെ ജീവിതത്തിനകത്ത് മാനുഷികമായല്ല ദൈവികമായ ചില സന്തോഷം വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവെ, സാഹചര്യങ്ങളെ ജയിക്കുന്നവരായി ഇവരിപ്പോൾ എഴുന്നേൽക്കുന്നതിനായി നന്ദി. യേശുവെ, തിരുരക്ത ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നന്മയുടെ അടയാളം ഇവർ കാണണമേ. എൻ്റെ ദൈവം അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർ ഇപ്പോൾ തന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാൻ കഴിയും. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യണം. കർത്താവിൻ്റെ വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.